നമസ്കാരം. ശ്രീരകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നാളെ സെപ്റ്റംബർ മാസം 13-ാം തീയതിയാണ്, ശനിയാഴ്ച ദിവസം. 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കമാവുകയാണ്. ഇത് ദിവസഫലം മാത്രമല്ല പറയാൻ പോകുന്നത്. നാളെ മുതൽ ഈ 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന രാശിമാറ്റത്തിൻ്റെ ഫലങ്ങളാണ്. അത് നാളെ മാത്രമല്ല, തുടർന്നുള്ള ദിനങ്ങളിലും ജീവിതത്തിലൊരു തുടക്കം വന്നു ചേരാൻ പോവുകയാണ്. സാമ്പത്തികമായി അനുഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾക്കും ദാമ്പത്യപരമായ പ്രശ്നങ്ങൾക്കും സ്വന്തമായി അല്പം ഭൂമി ഇല്ലാതെ വലയുന്ന വിഷമം അനുഭവിക്കുന്നവർക്കൊക്കെ ഒരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങുന്നു. 5 നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്ക് അമ്മ മഹാമായ പരാശക്തിയുടെ അനുഗ്രഹം വന്നു ചേരുന്ന ദിനങ്ങൾക്ക് തുടക്കമാവുകയാണ്. ദേവതാപ്രീതി നേടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. നിങ്ങൾ ഏത് ദേവനെയാണോ ദേവിയാണോ മനസ്സുകൊണ്ട് ആരാധിക്കുന്നത്, ആ മൂർത്തിയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഏതൊരു മനുഷ്യനും ഓരോ ദേവത അല്ലെങ്കിൽ ദേവീ സങ്കല്പങ്ങളോട്, ദേവസങ്കല്പങ്ങളോട് പ്രത്യേകം ഒരു ഇഷ്ടവും ആരാധന താല്പര്യവും കാണും. അപ്പോൾ അതാണ് നമ്മുടെ ഇഷ്ടദേവനെന്ന് പറയുന്നത്. നമ്മൾ വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ദേവൻ ആരോ ദേവി ആരോ, അത് നമ്മുടെ ഇഷ്ടം മൂർത്തിയാണ്. അപ്പോൾ ആ മൂർത്തിയെ പ്രാർത്ഥിക്കുക. കൂടാതെ സ്ഥലദൈവത്തിനെ പ്രീതനാക്കാൻ കൂടി ശ്രമിക്കുക. ഭൂമി സംബന്ധമായി നിലവിൽ എന്തൊക്കെ വിഷയങ്ങൾ അനുഭവിക്കുന്നവരെ, തർക്കങ്ങൾ ഉണ്ടാകും. ഭൂമി സംബന്ധമായി കേസ് വിഷയങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാകും. അല്പം ഭൂമി വാങ്ങിക്കണമെന്ന സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവരുണ്ടാകും. കൂടാതെ ഒരു കെട്ടിട നിർമ്മാണം പാതി വഴിയിലായവരുണ്ടാകും. ഒരുപാട് ആളുകൾ വീട് നിർമ്മാണം വളരെയധികം വേഗതയിൽ നടത്തിയിട്ട് പാതി വഴിയിൽ മുടങ്ങി എങ്ങും എത്താതെയൊക്കെ പോയിട്ടുണ്ട്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളാകാം. കൂടാതെ കുടുംബദേവതയുടെ പ്രീതിയും ഇതിന് കാരണമാകാം. അതൊക്കെ ഒരു ജ്യോതിഷിയെ കൊണ്ട് നിങ്ങളുടെ ജാതകം വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ നിലവിലുള്ള ആ ഒരു ദോഷത്തെ പരിഹരിച്ചാൽ മാത്രമേ കെട്ടിട നിർമ്മാണമൊക്കെ പാതി വഴിയിലായിട്ടുള്ളവർക്കോ അതിൽ നിന്നൊരു മാറ്റമൊക്കെ വന്നു ചേരുകയുള്ളൂ. ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ആളുകൾ ധാരാളമായുണ്ട്. പാതി വഴിയിൽ ഗൃഹങ്ങൾ മൂടി പിടിപ്പിക്കുന്ന കാര്യമാകട്ടെ, ഒരു ഗൃഹനിർമ്മാണമാകട്ടെ, പാതി വഴിയിലായി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നു. പിന്നെ അങ്ങോട്ട് എത്രയൊക്കെ ശ്രമിച്ചാലും സാധ്യമാകാത്ത ഒരവസ്ഥയൊക്കെ. അപ്പോൾ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് ഈ 5 നക്ഷത്രക്കാരായ ആളുകൾക്ക് ഇനിയുള്ള സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിത നിലവാരം ഉയരാൻ പോവുകയാണ്. സ്വന്തമായിട്ടൊരു ഗൃഹമെന്ന സ്വപ്നം കൂടി പൂവണിയാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രമായിട്ട് വരുന്നത് ഭരണിയാണ്. ഇവിടെ ഭരണി നക്ഷത്രക്കാർക്ക് സമ്പാദ്യം ഉയരുന്ന സമയമാണ് തുടക്കമാകുന്നത്. സാമ്പത്തികമായൊരു മാറ്റമൊക്കെ ഉണ്ടാകും. തൊഴിൽ കൊണ്ട് ഉന്നതി ഉണ്ടാകും. തൊഴിലില്ലാതെ വിഷമിക്കുന്നവരും തൊഴിലിൽ അനിശ്ചിതത്വം അനുഭവിക്കുന്നവർക്കൊക്കെ ഇതൊരു സന്തോഷ സമയമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് തൊഴിൽ കൊണ്ട് അത്യുന്നതി ഉണ്ടാകേണ്ട സമയം കൂടി നാളെ മുതൽ തുടങ്ങുകയാണ്. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ദമ്പതികൾക്കും ഒരു മാറ്റത്തിൻ്റെ സമയം, ഒരു തെളിച്ചമുണ്ടാകുന്ന ദിനങ്ങൾ കൂടി നാളെ മുതൽ തുടങ്ങുകയാണ്. നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം തെറ്റിപ്പോയി, കണക്ക് കൂട്ടിയതൊന്നുമല്ല ജീവിതത്തിൽ നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്. എന്നാൽ നാളെ മുതലുള്ള സമയം നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു സമയം കൂടിയാണ്. മക്കൾ നിമിത്തം നിങ്ങൾക്ക് ശ്രേയസ് വന്നു ചേരേണ്ട സമയം നാളെ മുതൽ തുടങ്ങുകയാണ്. മക്കൾ നിമിത്തം ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. വിദേശത്തേക്കൊക്കെ പോകാൻ നിലവിൽ നിലനിന്നിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. സാഹചര്യം മെച്ചപ്പെടും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അതാണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമം. ആ വിഷമമൊക്കെ മാറുന്ന സമയമാണ്. അല്പം ഭൂമി, അതേപോലെ ഒരു വാഹനം, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരുപാട് നാളുകളായുള്ള ആഗ്രഹമാണ്. അപ്പോൾ അതൊക്കെ സഫലമാകാൻ പോവുകയാണ്. ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഉറച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം വേണം. അതായത് പല ചിന്തകളിലേക്ക് മനസ്സ് പോകാതിരിക്കാൻ, ചഞ്ചലപ്പെട്ടു പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ കഴിയുന്ന വഴിപാടുകളൊക്കെ കൊടുത്ത് ഭഗവാനെ പ്രീതനാക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. മനസ്സിൻ്റെ ഈ ചാഞ്ചല്യമൊക്കെ ഒന്ന് മാറി നമ്മൾക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ നിലയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പാതയിലൂടെ പോകാൻ മനസ്സിന് ശക്തി തരണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടുകൂടി വേണം ഭഗവാനെ ചെന്ന് കണ്ട് വഴിപാടുകളൊക്കെ സമർപ്പിക്കാനായിട്ട്. അവളൊരു പുതിയ തുടക്കമൊക്കെ ആവുകയാണ്. ഒരു പുതിയ ആളായി മാറാൻ പോവുകയാണ്. എതിർപ്പിനൊന്നും ആരും വരികയില്ല. നിങ്ങൾ ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക. അതേപോലെ വിദ്യാർത്ഥികൾക്കും പഠിത്തം കൊണ്ട് ഉന്നതിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ചെറിയ
ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. ചെറിയെന്ന് പറയുമ്പോൾ ഒരു ചുമയാകാം, അല്ലെങ്കിൽ പനിയാകാം, അങ്ങനെയുള്ള ചെറിയ രോഗങ്ങൾ, അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ തടസ്സങ്ങളൊക്കെ മാറി ഭാഗ്യം അനുകൂലത്തിൽ വരികയാണ്. നിങ്ങളുടെ ഈ പിന്നോട്ട് ഒരു വലിഞ്ഞിട്ടുള്ളൊരവസ്ഥ, അതായത് എല്ലാം ധൈര്യസമേതം ഇറങ്ങാതെ അല്പം ഭയത്തോടെയൊക്കെ നിൽക്കുന്ന ആ ഒരു സ്വഭാവം ഒന്ന് മാറ്റി ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഭാഗ്യം അനുകൂലമായി തുടങ്ങുകയാണ് നാളെ മുതൽ. കാർത്തിക നക്ഷത്രക്കാർക്കും നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും മാറുകയാണ്. താൽക്കാലിക ജോലിയിലൊക്കെ നിൽക്കുന്ന ആളുകൾക്ക് സ്ഥിരപ്പെടാനൊക്കെയുള്ള ഭാഗ്യവും സാധ്യതയും കാണുന്നുണ്ട്. ബാങ്കിൽ നിന്ന് ചില വായ്പയൊക്കെ എടുത്തിട്ടുണ്ട്, അത് തിരിച്ചടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾക്ക് സാമ്പത്തികമായ ഒരു മാറ്റം ഉണ്ടാവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കടങ്ങളൊക്കെ ഇല്ലാതാക്കാൻ, കടങ്ങളൊക്കെ പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ബന്ധുക്കളുടെ ഒരു സഹായമൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം പിണങ്ങി നിന്ന ചില ബന്ധുക്കൾ വീണ്ടും നിങ്ങളിലേക്ക് ഇണങ്ങി വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ വിദേശത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ടാകും, ജന്മനാട്ടിലേക്ക് വരാൻ പ്രയാസപ്പെട്ടിട്ടുള്ള. അങ്ങനെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്കും നിങ്ങൾക്ക് അവിടെ നിലവിലുള്ള പ്രയാസങ്ങളൊക്കെ മാറി ജന്മനാട്ടിലേക്ക് എത്തിച്ചേരാനും സന്തോഷം അനുഭവിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. മക്കൾക്ക് അല്പം ഷാഠ്യമൊക്കെ ഉള്ളത് നിങ്ങളെ അല്പം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതായത് അവർ ചിലപ്പോൾ ചില വില കൂടിയ സാധനങ്ങൾ വേണമെന്നൊക്കെ വാശി പിടിക്കുന്നത്, അപ്പോൾ അതനുസരിച്ച് വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നില്ല എന്നൊരു വ്യസനം കൂടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ വ്യസനമൊക്കെ മാറുന്ന, കയ്യിലേക്ക് അല്പം ധനം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ഈശ്വരാധീനം നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും നമ്മൾ വീണ്ടും 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 പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം പറയാറുണ്ട്, ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഇനി ഞാൻ ഭഗവാനെ വിളിക്കില്ല. നമ്മൾ ഈ ലോകത്ത് ഏത് മനുഷ്യനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു തെറ്റാണ് അത് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഭഗവാനെ വിളിക്കുക. ആരെ വിളിച്ചില്ലെങ്കിലും ഭഗവാനെ വിളിക്കുക. നമ്മുടെ ഒരു ആപത്ഘട്ടത്തിലും നമ്മുടെ സന്തോഷങ്ങളിലൊക്കെ നമ്മുടെ കൂടെ നിഴലായുള്ളത് ഭഗവാനാണ്. അപ്പോൾ നിങ്ങളുടെ വിഷമസന്ധികളിലും നിങ്ങളുടെ സന്തോഷങ്ങളിലും ഒപ്പം ഭഗവാനെ കൂട്ടി ധൈര്യമായി തന്നെ മുന്നോട്ട് നീങ്ങുക. മകയിരം നക്ഷത്രക്കാർക്ക് കാര്യതടസ്സങ്ങളായിരുന്നു ഇതുവരെ, ക്ലേശങ്ങളും ദുരിതങ്ങളുമായിരുന്നു. അതൊക്കെ മാറുകയാണ്, ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയാണ്, ജീവിതത്തിലൊരു സൂര്യോദയം ഉണ്ടാവുകയാണ് നാളെ മുതൽ. തൊഴിലിടങ്ങളിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ്. പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്ന ആളുകൾക്കും പ്രശസ്തി, അംഗീകാരമൊക്കെ ഉണ്ടാകാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഗൃഹനിർമ്മാണം പാതി വഴിയിലായവർക്ക് വീണ്ടും പൂർത്തീകരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ഇനി പ്രണയിക്കുന്ന ആളുകൾക്ക് പ്രണയം വിവാഹബന്ധത്തിലേക്ക് എത്തിച്ചേരുമെന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിക്കുന്നതാണ്. ചില ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ നിലവിൽ വലയ്ക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒരു മോചനവും നാളെ മുതൽ ആരംഭമാകുന്നതാണ്. പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പോൾ ഇവിടെ അഷ്ടമശനിയാണ്. അപ്പോൾ ആരോഗ്യത്തെ ഇത് ബാധിക്കാനുള്ള സാധ്യത കാണുന്നതിനാൽ കരുതൽ വേണം. പുറത്തു നിന്നൊക്കെ ഫുഡ് വാങ്ങി കഴിക്കുന്ന ആളുകൾ, പുറത്ത് ജോലിയൊക്കെ ചെയ്യുമ്പോൾ പുറത്തുനിന്നുള്ള ഫുഡായിരിക്കുമല്ലോ കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡിൽ നിന്ന് ചില പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. എങ്കിലും കാര്യങ്ങൾ വളരെയധികം വിശദീകരിച്ച് നോക്കിയിട്ട് വിശദമാക്കിയിട്ട് വേണം വിവാഹ കാര്യങ്ങളിലൊക്കെ മുതിരുവാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു മാറ്റവും ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അല്പം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം. വിദേശത്തൊക്കെ നിൽക്കുന്നവരും അല്പം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായ ഒരു സമയം കൂടിയാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ബുദ്ധിമുട്ടുകളിലൊക്കെ മാറാനായിട്ട് അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകളൊക്കെ സമർപ്പിക്കുക, ഒരു വേലൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ വീട്ടിലുള്ള അച്ഛനോടും അമ്മയോടും ഒക്കെ വിളിച്ച് പറഞ്ഞ് അവരെ കൊണ്ട് നിങ്ങളുടെ നാളും പേരും ഒക്കെ പറഞ്ഞ് ക്ഷേത്രത്തിൽ ഇത് ചെയ്യിപ്പിച്ചാൽ മതി. ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം എല്ലാ പ്രയാസങ്ങളും താനേ ഒഴിഞ്ഞു മാറുന്നതാണ്. പൂരാടം നക്ഷത്രക്കാർക്ക് സന്തോഷ വാർത്തകൾ ശ്രവിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ നാളെ മുതൽ തുടങ്ങുന്നുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഒരു മാറ്റത്തിൻ്റെയൊക്കെ സമയമാകുന്നുണ്ട്. ധനപരമായി നിലവിൽ അല്പം സമ്മർദ്ദങ്ങളാണ് അനുഭവിക്കുന്നത്, അതിന് ഒരു മാറ്റമൊക്കെ ഉണ്ടാകും. അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമ വിവാഹ യോഗമൊക്കെ കാണുന്നുണ്ട്. പിതാവിൽ നിന്ന് സന്തോഷം അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നു. ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അനിശ്ചിതത്വം നിലവിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന സമയമാണ്. കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ഭാഗ്യം നിങ്ങൾക്ക് നാളെ മുതൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അല്പം ശ്രദ്ധിക്കേണ്ടത് പൂരം നക്ഷത്രക്കാരാണ്. അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. പറഞ്ഞ വഴിപാടുകൾ കൂടി കഴിപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യവും മാറ്റവും ഐശ്വര്യവും നേട്ടവും ഒക്കെ താനേ വന്നു ചേരും.